നമസ്കാരം. എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി എം അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ നടപടികൾ വീണ്ടും വൈകുന്നു. കഴിഞ്ഞ ദിവസം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കേസ് പരിഗണിച്ചെങ്കിലും പ്രതിഭാഗം അഭിഭാഷകൻ രോഗബാധിതനായതിനാൽ കേസ് ഈ മാസം 27ലേക്ക് മാറ്റി. കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്ത് 6 വർഷമാണ് കഴിഞ്ഞത്. 2018 സെപ്റ്റംബർ 26 കുറ്റപത്രം സമർപ്പിച്ചിട്ടും അത് വായിച്ച് സാക്ഷിവിസ്താരത്തിനുള്ള തീയതി നിശ്ചയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സാക്ഷിവിസ്താരം തുടങ്ങുമ്പോഴാണ് പ്രോസിക്യൂഷന്റെ യഥാർത്ഥ വെല്ലുവിളി. കേസിലെ നിർണായക സാക്ഷികളായ 25 പേർ മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥികളാണ്. ഇവരിൽ പലരും മറ്റ് ജില്ലകളിൽ നിന്ന് ഉള്ളവരാണ്. എല്ലാവരും തന്നെ പഠനം പൂർത്തിയാക്കി കോളേജ് വിട്ടു. ഉപരിപഠനത്തിനും ജോലിക്കുമായി ചിലർ വിദേശത്തേക്കും പോയി. ഇവരെ കണ്ടെത്തി സമൻസ് നൽകുക പോലും ബുദ്ധിമുട്ടാണ്. കേസിലാകെ 125 സാക്ഷികളാണ് ഉള്ളത്. ഇവരിൽ പലരെയും സ്വാധീനിക്കാൻ പ്രതിഭാഗം ശ്രമിക്കുന്നതായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തെങ്കിലും പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഇതിനെല്ലാം പുറമെയാണ് വിചാരണ കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ നിന്ന് അഭിമന്യു വധക്കേസിന്റെ കുറ്റപത്രം അടക്കമുള്ള 11 പ്രധാന രേഖകൾ മോഷണം പോയ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നഷ്ടപ്പെട്ട രേഖകൾ ഹൈക്കോടതിയുടെ അനുമതിയോടെ പ്രോസിക്യൂഷൻ പുനർനിർമ്മിച്ചെങ്കിലും രേഖകൾ മോഷ്ടിച്ചത് ആരാണെന്ന് ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഈ രേഖകളുടെ പകർപ്പ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ട രേഖകളുടെ പകർപ്പാണ് ഹാജരാക്കിയത്. രേഖകൾ പുനഃസൃഷ്ടിക്കുന്നതിൽ തങ്ങളുടെ എതിർപ്പ് രേഖപ്പെടുത്തണമെന്ന് അന്ന് പ്രതിഭാഗം ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ എതിർപ്പ് അറിയിക്കാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി. രേഖകളുടെ ആധികാരികതയിൽ സംശയമുണ്ടെങ്കിൽ കോടതിയിൽ നിന്ന് നേരത്തെ കൈപ്പറ്റിയ കോപ്പിയുമായി ഒത്തുനോക്കാമെന്നും കോടതി പറഞ്ഞിരുന്നു. 2018 ജൂൺ 1 മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകനായിരുന്ന ഇടുക്കി വട്ടവട സ്വദേശി അഭിമന്യുവിനെ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും പ്രവർത്തകർ ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത്. മുഖ്യപ്രതിയെ പിടികൂടാൻ ഏറെ വൈകിയ കേസിൽ കൊലയ്ക്കുപയോഗിച്ച ആയുധം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. വിചാരണ തുടങ്ങാനിരിക്കെ അഭിമന്യു കേസിലെ സുപ്രധാന രേഖകൾ നഷ്ടമായത് ദുരൂഹമാണെന്നും കുറ്റക്കാരെ കണ്ടെത്തണമെന്നും അഭിമന്യുവിൻ്റെ കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു. കോടതിയിൽ നിന്ന് രേഖകൾ കാണാതായതിൽ അന്വേഷണം വേണമെന്ന് അഭിമന്യുവിൻ്റെ സഹോദരൻ പരിജിത്ത് ആവശ്യപ്പെട്ടിരുന്നു. വിചാരണ നടക്കാനിരിക്കെ രേഖകൾ കാണാതെ പോയതിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം നടത്തി രേഖകൾ ഉടൻ വീണ്ടെടുക്കണമെന്നുമാണ് അന്ന് പരിജിത്ത് ആവശ്യപ്പെട്ടത്. രേഖകൾ മാറ്റിയവരെ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കണമെന്നും പരിജിത്ത് ആവശ്യപ്പെട്ടിരുന്നു. കുറ്റപത്രമടക്കം നഷ്ടപ്പെട്ടെന്ന വിവരം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ഹൈക്കോടതിയുടെ സമഗ്ര അന്വേഷണവും അന്ന് ആവശ്യപ്പെട്ടിരുന്നു. രേഖകൾ കാണാതായത് പരിശോധിക്കുമെന്ന് നിയമമന്ത്രി P രാജീവും അന്ന് പ്രതികരിച്ചു. പക്ഷേ ഇതിലൊക്കെ തന്നെ ഒരു വലിയ ദുരൂഹതയാണ് ഒളിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. വിചാരണ തുടങ്ങാൻ ഇത്രയും വൈകുന്നു. ഓരോ പ്രാവശ്യവും ഓരോ കാരണങ്ങൾ പറഞ്ഞ് വിചാരണകൾ മാറ്റിവെക്കുന്നു. കൃത്യമായി സാക്ഷികളെ കണ്ടെത്താനോ അവർക്ക് വേണ്ട സമൻസോ മറ്റ് നിർദ്ദേശങ്ങളോ നൽകാനോ പ്രോസിക്യൂഷന് സാധിക്കുന്നുമില്ല. അഭിമന്യു വധക്കേസ് അട്ടിമറിക്കുന്നു എന്ന ആരോപണവും ഇതിനിടയിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിരുന്നു. ഇത്തരത്തിൽ ഒരു സജീവ SFI പ്രവർത്തകനെ ക്രൂരമായി ക്യാമ്പസിൽ വെച്ച് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ക്യാമ്പസ് ഫ്രണ്ടിൻ്റെയും പ്രവർത്തകർ ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയിട്ടും കൊലയാളികൾക്ക് റാൻ മൂളുന്ന ഒരു രീതിയിലാണ് CPMഉം അതുപോലെ CPMൻ്റെ മറ്റ് പോഷക സംഘടനകളുമൊക്കെ പ്രതികരിക്കുന്നത് എന്നും സർക്കാർ ഇവർക്ക് കൂട്ടുനിൽക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണവും നേരത്തെ തന്നെ ഉയർന്നിരുന്നു. കേരളം ഇത്രയും ചർച്ച ചെയ്ത ഒരു ക്യാമ്പസ് കൊലപാതക കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം സർക്കാർ സംവിധാനങ്ങളുടെയും രാഷ്ട്രീയ സംവിധാനങ്ങളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന ആരോപണവും അന്ന് ഉയർന്ന് കേട്ടിരുന്നു. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വൈകുന്നത്? വിചാരണ നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കേണ്ട ഒരു കേസിൽ വിചാരണ നടപടികൾ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണ് എന്ന് കോൺഗ്രസും അതുപോലെ പ്രതിപക്ഷ നേതാവുമൊക്കെ ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇനിയും അഭിമന്യു വധക്കേസ് ഇങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ വൈകുന്നത് എന്തുകൊണ്ട് എന്ന് വ്യക്തമാക്കാൻ പ്രോസിക്യൂഷന് കഴിയുന്നുമില്ല.